രചന അജീഷ് മാത്യു കറുകയിൽ. ലിംഗനീതി. ഇതും പെണ്ണാണെങ്കിലോ? ശാലിനിയുടെ ആശങ്ക കലർന്ന ചോദ്യം കേട്ടതും അയാൾ മ്ലാനവദനായി. ഇല്ല, ഉണ്ണിക്കണ്ണൻ ഇനിയും നമ്മെ പരീക്ഷിക്കില്ല. ഇനി വരുന്നത് ഉണ്ണിക്കണ്ണനാ, എനിക്കുറപ്പാ. പ്രകാശൻ തീരെ സംശയമില്ലാതെ പറഞ്ഞതെങ്കിലും ഒരു സന്ദേഹം വന്നതുപോലെ തുടർന്നു. അടുത്ത തവണ സ്കാനിങ്ങിന് പോകുമ്പോൾ നമുക്ക് അയാളോട് ചോദിക്കാം. 1000 രൂപ രഹസ്യമായി കൊടുത്താൽ അയാൾ പറയും. മോളിക്കുട്ടിയുടെ 3ാമത്തെ ഗർഭം നേരത്തെ അറിഞ്ഞത് എങ്ങനെയാ? അവളുടെ കെട്ടിയൻ രഹസ്യത്തിൽ റേഡിയോഗ്രാഫർക്ക് കൈക്കൂലി കൊടുത്തു. ഇനി ഇങ്ങാനും പെണ്ണാണെന്നറിഞ്ഞാൽ ശാലിനി സംശയം കൂറി. പ്രകാശൻ നഷ്ടപ്പെട്ടവനെ പോലെ മുഖം താഴ്ത്തിയിരുന്നു. ശാലിനിയുടെ സംശയത്തിൽ ദേഷ്യപ്പെട്ടിട്ട് എന്നോണം അടിവയറ് നോക്കിയ ഒരാൾ അകത്തുനിന്നും തൊഴിച്ചു. ഹാ, ഇവൻ ചെക്കന പ്രകാശേട്ടാ, കണ്ടില്ലേ എന്നെ ചവിട്ടുന്ന ചവിട്ട്. ശാലിനിയുടെ വയറ് തടവിക്കൊണ്ട് അയാൾ മെല്ലെ വയറിലേക്ക് ചെവി ചായച്ചു. ബഹളം കേൾക്കുന്നു. ചട്ടമ്പിയാണെന്നാ തോന്നുന്നേ, അയാൾ സ്വയം ആശ്വസിച്ചു. അച്ഛാ, ഒരു ചിണുങ്ങലോടെ പാറക്കുട്ടി ഓടി അരികിലെത്തി. പാറക്കുട്ടിക്ക് അനിയനെയോ വേണോ അനിയത്തിയെ വേണോ? അനിയത്തിയെ. യാതൊരു സങ്കോചവുമില്ലാതെ അവൾ പറഞ്ഞതും ശാലിനിയുടെ വയറിൽ നിന്നും തലയുയർത്തി അയാൾ പുറത്തേക്ക് പോയി. അച്ഛന് ആൺവാവയെയാണോ അമ്മയെ ഇഷ്ടം? പാറു അമ്മയുടെ കരവലയത്തിൽ നിന്നും നിഷ്കളങ്കം ചിരിച്ചു. ഇനിയും പെൺകുഞ്ഞുണ്ടായാൽ കെട്ടിച്ചുവിടാൻ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടണം. അതുകൊണ്ട് ഇനി നമുക്കൊരു ആൺവാവ മതി. മോൾക്ക് കളിപ്പിക്കാൻ ഒരു കുഞ്ഞു അനിയൻ വാവ. പാറക്കുട്ടിക്ക് ദേഷ്യം വന്നു. മോളിയാനിന്റെ കുറുമ്പൻ വാവ കാട്ടുന്ന കുറുമ്പുകൾ കണ്ടിട്ടില്ലേ? എല്ലാ ആൺവാവകളും കുറുമ്പന്മാരാ. എനിക്കൊരു അനിയത്തി വാവയെ മതി. കട്ടിലിനടിയിൽ നിന്നും എടുത്ത തന്റെ ബാർബിപ്പാവയെ അമ്മയുടെ ഉദരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പാറു ഈണത്തിൽ വിളിച്ചു. ചേച്ചിയമ്മയുടെ പീപ്പിക്കുട്ടി വാവേ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് പൊന്നുകൊണ്ട് ആൾരൂപം എന്ന് നേർന്നാണ് 3ാമത്തെ സ്കാനിങ്ങിനായി വീട്ടിൽ നിന്നിറങ്ങിയത്. ജലദോഷത്തിന് പോലും സ്കാനിംഗ് നിർദ്ദേശിക്കുന്ന ഡോക്ടർമാരുടെ നാട്ടിൽ സ്കാനിംഗ് സെന്ററിലെ തിരക്കിൽ അവർ ഊഴമെത്തും കാത്തിരുന്നു. ശാലിനിക്ക് മുന്നിലിരുന്ന വെളുത്തു മെലിഞ്ഞ സ്ത്രീയുടെ 4ാമത്തെ പ്രസവമാണത്രേ. ആദ്യം 3 ആൺകുട്ടികളായതിനാൽ ഒരു പെണ്ണു വേണമെന്ന് പുള്ളിക്കാരന് നിർബന്ധം. പ്രകാശൻ അസൂയയോടെ മെലിഞ്ഞ പെൺകുട്ടിയുടെ കെട്ടിയോനെ നോക്കി. അയാൾ ബുദ്ധനെ പോലെ പ്രകാശിക്കുന്നതായി കാണപ്പെട്ടു. ആൺകുട്ടികളുടെ തന്തയാകുക ഒരു കഴിവ് തന്നെ. കൊള്ളിവെക്കാൻ ഒരാളില്ലാതെ അലയുന്ന ആത്മാവിന്റെ നിലവിളി പ്രകാശിന്റെ ഹൃദയത്തിലെവിടെയോ പെരുമ്പറ പൊട്ടും പോലെ മുഴങ്ങി. ഹിന്ദിക്കാരൻ റേഡിയോഗ്രാഫറുടെ ഹിന്ദിയിലുള്ള ചീത്തവിളി കേട്ടാണ് പ്രകാശൻ ഈ ലോകത്തേക്ക് തിരിച്ചു വന്നത്. ആരും അയാൾക്ക് കുട്ടിയെന്തെന്നറിയാൻ കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചത്രേ. ഇപ്പോൾ പോലീസ് വരുമെന്ന് അറ്റൻഡർ പറഞ്ഞു. പാവം. ലിംഗകൗതുകി വിറച്ചുകൊണ്ട് റിസപ്ഷൻ കൗണ്ടറിന് മുന്നിൽ നിൽക്കുന്ന ഭാര്യ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അയാൾക്ക് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാമായിരുന്നു. അപ്പോൾ മോളിക്കുട്ടിയുടെ കെട്ടിയവൻ കൈക്കൂലി കൊടുത്തതോ? ആൺകുഞ്ഞാണെന്ന് മുൻപേ അറിഞ്ഞതോ? കൈക്കൂലി വാഗ്ദാനം ചെയ്തയാളിന്റെ നിറവയറുള്ള ഭാര്യയുടെ കരച്ചിൽ മനം അലിഞ്ഞ ഹിന്ദിക്കാരൻ പോലീസിനെ വിളിച്ചില്ല. സ്കാനിംഗ് റൂമിലേക്ക് കയറുമ്പോൾ ഒരക്ഷരം ചോദിക്കരുതെന്ന് ശാലിനി പ്രത്യേകം ചട്ടം കെട്ടി. പലതവണ വായിൽ നിന്നും പുറത്തു ചാടുമെന്ന് തോന്നിച്ചപ്പോഴൊക്കെ ശാലിനി വലതുകൈയിൽ അമർത്തിനുള്ളി. ഇനി 2 മാസം, അതിനപ്പുറം നമ്മുടെ ആകാംക്ഷയ്ക്ക് ആയുസ്സുണ്ടാകില്ല. ഇത്രയും കാത്തില്ലേ? ശാലിനി കണവന് സൽബുദ്ധി ചൊല്ലിക്കൊടുത്ത് ആശ്വസിപ്പിച്ചു. അമ്മ തയ്ക്കുന്ന ആണുടുപ്പുകൾക്ക് മുകളിൽ പാറക്കുട്ടി സ്കെച്ച് പെന്നുകൾ കൊണ്ട് വർണ്ണം ചാർത്തി. കുഞ്ഞിനേറ്റി വരുമ്പോൾ പാടിപ്പഠിപ്പിക്കാൻ ജൂബിലി മിസ് പഠിപ്പിച്ച പാട്ട് ഈണത്തിൽ കാണാതെ പഠിച്ചു വെച്ചു. ശാലിനി അമ്മയ്ക്ക് നടക്കാനും ഇരിക്കാനും വയ്യാതെ വന്നപ്പോൾ അച്ഛൻ സഹായത്തിനു ഡാഗിനി അമ്മൂമ്മയുടെ മുഖമുള്ള ഒരു വയസ്സിത്തള്ളയെ കൊണ്ടുവന്നു. മന്ത്രവാദിനിയുടെ മുഖമുള്ള ഒരു കിഴവി പാറക്കുട്ടിയെ നോക്കി പല്ലില്ലാതെ മോണ കാട്ടി ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പ്രകാശൻ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. ഇരിപ്പുറയ്ക്കുന്നില്ല. ഒരു മതിലിനപ്പുറം ശാലിനിയുടെ കരച്ചിലിന്റെ ഞരക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. നേരത്തെ രോധനങ്ങളിൽ നിന്നും തീവ്രമായ അലറിക്കരച്ചിലുകൾ അസ്വസ്ഥമാക്കിയപ്പോൾ പ്രകാശൻ ലേബർ റൂമിന്റെ ഡെറ്റോൾ മണമുള്ള ഇടനാഴികളിലൂടെ മുന്നോട്ട് നടന്നു. ശാലിനിയുടെ തുണി ബാഗ് ഡാഗിനി അമ്മൂമ്മയുടെ മുഖമുള്ള വയറ്റാട്ടിത്തള്ള അരിക്കും നെഞ്ചിനും ഇടയിൽ ചേർത്ത് വെച്ചുകൊണ്ട് അതിലേക്ക് തലയമർത്തി മയക്കത്തിലേക്ക് വഴുതി വീണു. നേവിക്കറ്റ് വിൽസ് പാക്കിലെ 20ാമത്തെ സിഗരറ്റിന്റെ അവസാന പുകയും തീർന്നെന്നുറപ്പു വന്ന ശേഷം അയാൾ ലേബർ റൂമിന്റെ വാതിലിൽ ശക്തമായി മുട്ടി. പച്ചയുടുപ്പിട്ട മധ്യവയസ്കയായ നഴ്സ് വാതിൽ തുറന്നതും പ്രകാശൻ പരിഭ്രാന്തനെ പോലെ പറഞ്ഞു. ഇനിയും പ്രസവിച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തിക്കോളൂ ഡോക്ടർ, അവളെ ഇങ്ങനെയിട്ട് വേദന തീറ്റിപ്പിക്കാതെ. ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന ഭാവത്തിൽ ഒന്നും പറയാതെ പച്ച പുതച്ച രൂപം വാതിൽ കൊട്ടിയടച്ചു. ഡാഗിന് മുഖമുള്ള വയറ്റാട്ടി പ്രകാശിനെ കൈകാട്ടി അടുത്ത് വിളിച്ച് സ്വാന്തനിപ്പിച്ചു. 77 വയസ്സിനുള്ളിൽ 100-ലധികം ജനനം കണ്ടതും പരിചിതവുമാണ്. ഇച്ചിരി സമയം കൂടി കാത്താൽ മതി. ആ കരച്ചിൽ കേട്ടാൽ എനിക്കറിയാം. ഒരു പ്രവചനം പോലെ വയറ്റാട്ടിത്തള്ള പറഞ്ഞു.
നാക്കു പിൻവലിച്ചതും ഒരു കൊച്ചു കരച്ചിൽ അന്തരീക്ഷത്തിൽ മുഴങ്ങി. പെൺകുട്ടിയാ. വയറ്റാട്ടിത്തള്ള ലിംഗം കാണാതെ വെറും കരച്ചിൽ കേട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പ്രകാശിന് ദേഷ്യം ഇരിച്ചു കയറി. പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന മട്ടിൽ ക്രൂരമായി കിളവിത്തള്ളയെ നോക്കി. ഒന്നും പറഞ്ഞിട്ടേയില്ല എന്ന മട്ടിൽ അവർ മടിയിലിരുന്ന തുണിസഞ്ചിയിൽ നിന്ന് പെറ്റ പെണ്ണിന് വേണ്ട വെള്ളത്തുണികൾ വലിച്ചു പുറത്തേക്കിട്ടു. ലേബർ റൂമിന്റെ വാതിയാനങ്ങൾ തുറക്കപ്പെട്ടു. പച്ച ഉടുപ്പിട്ട മധ്യവയസ്ക കൂടുതൽ വെള്ളത്തുണികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആവേശത്തോടെ പറഞ്ഞു. ശാലിനി പ്രസവിച്ചു. പെൺകുട്ടിയാ. കാറ്റഴിച്ചുവിട്ട ബലൂൺ പോലെ പ്രകാശൻ കസേരയിലേക്കിരുന്നു. ഒന്നും എഴുതാതെ കടലാസ് കഷ്ണം പോലെ അയാളുടെ ഹൃദയം ചിന്താരഹിതമായി. കസേരയിൽ ഉറങ്ങുകയായിരുന്ന പാറുക്കുട്ടി ഉണർന്നിരിക്കുന്നു. അവളെ എടുത്ത് ഇരുത്തിയതും പച്ച പുതച്ച മധ്യവയസ്ക വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഒരു ചെറിയ കെട്ട് പ്രകാശന നേരെ നീ. ചോരുവ വക്കിച്ച പൈതൽ അയാളെ നോക്കി ചിരിച്ചു. ഒരു കണ്ണാടി എന്ന പോലെ തന്റെ മുഖസാദൃശ്യമുള്ളവളെ നോക്കിയാൽ നിർനിമേഷനായി നിന്നു. അവളുടെ ഒരു കുഞ്ഞു ചിരിയിൽ മുൻപുണ്ടായിരുന്ന തന്റെ ഇച്ഛാഭംഗമെല്ലാം അലിഞ്ഞു ഇല്ലാതായതുപോലെ അയാൾക്ക് തോന്നി. പാറക്കുട്ടിയുടെ മടിയിൽ കുഞ്ഞനുജത്തിയെ വെച്ചപ്പോൾ ചേച്ചിയമ്മയുടെ അധികാരത്തിൽ അവൾ കുഞ്ഞു പേപ്പിക്കുട്ടിയുടെ കവിളിൽ ഉമ്മ വെച്ചു. ഡാഗിനിത്തള്ള ഓടിവന്നു കുട്ടിയെ ഏറ്റുവാങ്ങിയൊരു ശ്ലോകം ചൊല്ലി. സംസ്കൃതമോ ദേവനകാരികമോ ആയതിനാൽ പ്രകാശന് മനസ്സിലായില്ല. കടുത്ത അപരാധം ചെയ്തവളെ പോലെ കിടന്ന ശാലിനിയുടെ കട്ടിനരികിലിരുന്ന് കുഞ്ഞു പാറക്കുട്ടി അനിയത്തിക്ക് വേണ്ടി പഠിപ്പിച്ച പാട്ട് ഈണത്തിൽ പാടി. മുല്ലപ്പൂവേ ചോദിക്കട്ടെ നിന്നോടൊരു കാര്യം, മുല്ലപ്പൂവേ ചോദിക്കട്ടെ നിന്നോടൊരു കാര്യം, നിനക്കിടാനീ വെള്ളയുടുപ്പ് തുന്നിയതാരാണ്? പ്രസന്നവദനായ പ്രകാശിനെ കണ്ടതും ശാലിനിക്കു ശ്വാസം നേരെ വീണു. ശേഷം പ്രകാശനും ശാലിനിയും പാറക്കുട്ടിയോടൊപ്പം ആ പാട്ട് ഏറ്റുപാടി. പിന്നീടൊരു ചിരിയായിരുന്നു. ഒരിക്കലും നിലയ്ക്കാത്ത സംഗീത മധുരിമ നിറഞ്ഞ ആനന്ദത്തിന്റെ മുല്ലപ്പൂഞ്ചിരി.